ഇറാനുമായിട്ടുള്ള യുദ്ധം വെറും 2 മാസം പിന്നിട്ടപ്പോഴേക്കും അമേരിക്ക നിരായുധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അമേരിക്കയുടെ ഡെമോക്രാറ്റിക് സെനറ്റർ ആയിട്ടുള്ള മാർക്ക് കെല്ലി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തിരിച്ചടി മാത്രമുള്ള യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് എന്താണ് നേട്ടം എന്നുള്ളത് കൂടെ ഈ ഒരു സെനറ്റർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലും രൂക്ഷമായ ഭാഷയിൽ യഥാർത്ഥത്തിൽ കമലാ ഹാരിസ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ന്യൂസിനെ നമ്മൾ മുന്നേ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സ്റ്റോക്ക് പൈലുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ റീപ്ലേസ് ചെയ്യാനും അതിനെ റീഫിൽ ചെയ്യാനും കൂടെ എടുക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ പറയുന്ന വെടിനിർത്തൽ എന്നും കൂടെ പറയുന്നുണ്ട്. മാത്രമല്ല, പുറത്തോട്ട് അമേരിക്കൻ ജനതയിലോട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു വിക്ടറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ട്രംപും ടീമും ഈ സാധനം ഇവിടുന്ന് ഇട്ടെറിഞ്ഞുകൊണ്ട് പോകും എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ പറയുന്ന മിഡ് ടേം ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു നേട്ടം, എന്തെങ്കിലും ഒരു വിക്ടറി കാണിക്കാനില്ല എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം.